ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഓണക്കളികളും കൊണ്ടാണ്. നമ്മൾ തിരുവോണമൊക്കെ ആഘോഷിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് നമ്മുടെ കുമ്പളങ്ങിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ പള്ളൂരത്തിൽ നമ്മുടെ അയൽവക്കത്തെ കുട്ടികളെ ഉൾപ്പെടുത്തി കുറച്ച് ഓണക്കളികൾ നടത്തിയാലോ എന്ന് മനോജേട്ടനൊരു ആഗ്രഹം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ശനിയാഴ്ച കുറച്ച് ഓണക്കളികളൊക്കെ പ്ലാൻ ചെയ്തു. നമ്മുടെ അയൽവക്കത്തുള്ള 1-2 കുട്ടികളോടൊക്കെ നമ്മൾ കാര്യം പറഞ്ഞു. കുറച്ചു പേരൊക്കെ വെക്കേഷനായിട്ട് വീടുകളിലൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് എല്ലാവരെയും കിട്ടിയില്ല. എൻ്റെ ചേച്ചിയുടെ 2 മക്കളൊക്കെ ഉണ്ട്. അവർ ഓണക്കളികളുടെ കാര്യം പറഞ്ഞപ്പോഴേ ശനിയാഴ്ച രാവിലെ തന്നെ വീട്ടിലെത്തിയായിരുന്നു. നമ്മൾ വൈകിട്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ നടത്തിയത്. ഈ ചേച്ചിമാർ നമ്മുടെ അയൽവക്കത്തെ ആൾക്കാരാണ്. ആ പിള്ളേരുമായിട്ട് കളികളൊക്കെ പ്ലാൻ ചെയ്യുന്ന കണ്ട് അവർക്കും ആവേശമായിട്ട് അവരും വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നടത്തിയ പോലെ കപ്പ് പിക്ക് ചെയ്യണ മത്സരം അത് തന്നെയാണ് ആദ്യം നടത്തിയത്. ചേച്ചിമാരും കുട്ടികളും ഓരോരോ റൗണ്ടായിട്ട് ഇതിൽ പങ്കെടുത്തു. ഇതായിരുന്നു ഫൈനല്. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻച്ചമ്മയാണ് ജയിച്ചത്. ചേച്ചിക്ക് നമ്മൾ സെക്കൻഡും കൊടുത്തു. അതേപോലെ ബോൾ പാസിങ്, അപ്പോൾ അത് കഴിഞ്ഞു. നമ്മുടെ അന്നമ്മ അതിൽ ജയിച്ചു. ആര്യനന്ദൊക്കെ ആയിരുന്നു സെക്കൻഡ്. ഇത് നമ്മുടെ മനോജേട്ടൻ ഉണ്ടാക്കിയൊരു സുന്ദരിയാണ്. സുന്ദരിക്ക് പൊട്ടുള്ള മത്സരമാണ് നമ്മൾ അടുത്തത് നടത്തിയത്. നമ്മുടെ എവലിന്റെ ചാൻസ് ആണ്. എവലിൻ്റെ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് സുന്ദരിക്ക് കറക്റ്റായിട്ട് പൊട്ടുപോട്ടു. ഇവള് തൊടുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയില്ല ഇത്രയും കറക്റ്റ് ആയിരുന്നു എന്ന്. അത് മാറ്റിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഇതിലും അപ്പുറത്ത് വേറെ ആരും ചെയ്തില്ല. അതിന്റെ കുറച്ച് അപ്പുറമൊക്കെ മാറിയാണ് ഓരോരുത്തർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എവലുവിനാണ് ഫസ്റ്റ് കൊടുത്തത്. മനോജേട്ടനും ഒരു ട്രൈ ഒക്കെ നടത്തി. പക്ഷെ എവലുവിന്റെ അടുത്തെത്താൻ പറ്റിയില്ല. മനോജേട്ടൻ സിന്ദൂരമാണ് തൊട്ടു. നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് തന്നെയായിരുന്നു ഓണക്കളികളൊക്കെ നടത്തിയത്. ഓണം പാട്ടുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരുന്നപ്പോൾ കളികൾക്കൊക്കെ ഇച്ചിരി രസം കൂടി. നമ്മുടെ ബോൾ ത്രോയിങ്, ഇത് പക്ഷേ ഇച്ചിരി ഹാർഡായിരുന്നു. കുട്ടികളല്ലേ, അവർക്ക് ഇത്രയും അകലെ നിന്ന് എറിയാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. അന്നമ്മയാണ് ഒരെണ്ണമെങ്കിലും ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ച് അവർക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുത്തായിരുന്നു കേട്ടോ. അവർക്കൊരു നിരാശ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്കും 2 എണ്ണമേ വീഴ്ത്താൻ പറ്റിയുള്ളൂ. 5 ചാൻസാണ് നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തത്. 2 എണ്ണമെങ്കിലും വീഴ്ത്തിയതിന്റെ സന്തോഷമാണ് എനിക്ക്. പിന്നെ നമ്മുടെ സാധാരണ ടിപ്പിക്കൽ ലെമൺ സ്പൂൺ റൈസ്. ഞങ്ങളത് 3 പേരും ഫൈനലിൽ വന്നു. അതും നമ്മുടെ എവലിന് തന്നെയാണ്. ഇത് ഏതിനെയൊക്കെ ഉൾപ്പെടുത്തി വെച്ചതാണ് കുളങ്കര മത്സരം. പക്ഷെ അവന് കളികളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ അറിയാത്തതുകൊണ്ട് അവൻ ചുമ്മാ വന്ന് അതിന്റെ ഇടയിൽ കളിക്കുമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഓണക്കളികൾ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. അതിനേക്കാളുപരി മത്സരങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആവേശം കൂടി. ഇതിന്റെ സമ്മാനങ്ങളൊക്കെ മനോജേട്ടൻ തന്നെയാണ് സ്പോൺസർ ചെയ്തത്. RCM എന്ന് പറഞ്ഞൊരു ഡയറക്റ്റ് സെല്ലിംഗ് ഗ്രൂപ്പിന്റെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത് പൊതുവെ നല്ല പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ന്യൂഡിൽസ് ഒക്കെ സാധാരണ മൈദയുടെ പോലെ അല്ലാത്ത ഗോതമ്പ് മറ്റു ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ടുള്ള ന്യൂഡിൽസ് ഉണ്ട്. അതേപോലെ അവരുടെ തന്നെ വേറെ കുറച്ച് പ്രൊഡക്ട്സ്, ബിസ്ക്കറ്റ്, വീറ്റിന്റെ ബിസ്ക്കറ്റ്, പിന്നെ അത് കൂടാതെ നമ്മുടെ ബിങ്കോ, ആപ്പി ഫിസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ സമ്മാനങ്ങളായിട്ട് വെച്ചത്.
പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇതിനൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടി കോലുമിഠായി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ ആൾക്കാരും കുളങ്കര മത്സരമൊക്കെ നടത്തി. ഇതില് ഞാനാണ് ഫസ്റ്റ് വന്നത്, സെക്കൻഡ് മാളു. ഇത് നമ്മുടെ ഫേമസ് വേർഡ് ഗെയിം ആണ്. നമ്മൾ തിരുവോണത്തിന് വീട്ടിലും നടത്തിയായിരുന്നു. ഒരു അക്ഷരം കൊടുത്തിട്ട് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ വേണ്ടി. ഇത് നമ്മുടെ മനോജേട്ടൻ കൊണ്ടുപോയി. മനോജേട്ടന് പിന്നെ തിരുവോണത്തിന്റെ അന്ന് വീട്ടിൽ ചെയ്തൊരു പ്രാക്ടീസും കൂടി ഉണ്ടായിരുന്നു. മനോന്റെ അക്ഷരം അമ്മ, പേര് അച്ഛന്റെ പേര് മമ്മൂട്ടി, അമ്മയുടെ പേര് മറിയം, സ്ഥലം പൂവ് മന്ദാരം, അഞ്ചെണ്ണായ മൃഗം മയില് ആയില്ല അഞ്ചെണ്ണം. ഫൈനലിൽ നമ്മുടെ അദീനയും മനോജേട്ടനും ഒരേപോലെ വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ റൗണ്ടും കൂടി നടത്തി. ചന്ദ്രപ്പൻ, അച്ഛന്റെ പേര് ചാമുണ്ടി, അമ്മയുടെ പേര് ചാന്ദിനി, സ്ഥലം ചാലക്കുടി, ഫുഡ് ചമ്മന്തി. പിന്നെ നമ്മള് കടലവറുക്ക് നടത്തി. നമ്മൾ പ്ലാൻ ചെയ്ത കളികളൊക്കെ തീർന്നിട്ടും കുട്ടികളുടെ ആവേശം കണ്ടപ്പോൾ നമ്മൾ പിന്നീട് നടത്തിയതായിരുന്നു ഈ മത്സരം. നമ്മൾ വലിയ ആൾക്കാരും മനോജേട്ടനൊക്കെ ഇതിൽ പങ്കെടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രൈസ്. ലാസ്റ്റ് സമ്മാനദാനമാണ്. അപ്പൊ ഓരോ കാറ്റഗറി ആയിട്ട് ഞാൻ പേര് വിളിച്ച് മനോജേട്ടൻ സമ്മാനദാനമൊക്കെ നടത്തി. അപ്പൊ ഈ വക ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മഞ്ച്, കോലുമിഠായി, ന്യൂഡിൽസ്, ബിങ്കോ, നമ്മുടെ ഹാപ്പി ഫിസ്, അങ്ങനെയൊക്കെയായിരുന്നു സമ്മാനങ്ങള്. കിട്ടിയ മാളൂര് എന്താണ് പറയാനുള്ളത്? പറ പറ. നിനക്ക് എന്താണ് പറയാനുള്ള? സന്തോഷമായ ഇനി പരിപാടി നടത്തുമ്പോ വരുമോ? ഓൾറൗണ്ടേഴ്സ് എവിലു ആൻഡ് അന്നമ്മ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആൻസമ്മ പറയൂ, 2 വാക്ക് പറയൂ മത്സരത്തിനെ പറ്റി. ഇനി ഇതിന്റെ കോർഡിനേറ്റർ മനോജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അടുത്ത വർഷം എല്ലാവരും അടുത്ത വർഷം ബമ്പർ പ്രൈസ് എന്തായിരിക്കും? ഒരു പാഴക്കൊല.